പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മകളെ, നമ്മുടെ ധ്യാനത്തിൻ്റെ 2-ാം ദിവസം. ഇന്ന് നാം ചിന്തിക്കുന്നത് കാത്തിരിപ്പിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ്. ആമുഖമായ വചനം നമുക്ക് തരുന്നു. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 7-ാം വാക്യം. രാവും പകലും നിന്നെ കരഞ്ഞു വിളിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് നീതി നടത്തിക്കൊടുക്കും. കരഞ്ഞ് പ്രാർത്ഥിക്കുക, ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുക, ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുക. അവൻ്റെ നിലവിളി കർത്താവ് കേൾക്കും. മകളെ, സത്കർമ്മങ്ങളിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വത്തിനും വേണ്ടി നിരന്തരമായി പരിശ്രമിക്കുക. നമുക്കറിയാം, ജീവിതം ഒരു കാത്തിരിപ്പാണ്. കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, കണ്ണുകളില്ലാത്തവർ, കാതുകളില്ലാത്തവർ, അവരൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചും ദൈവത്തോടുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞും ദൈവപരിപാലനയിൽ വിധേയപ്പെട്ടും ആഴമുള്ള വിശ്വാസം വഴി ചരിത്രങ്ങൾ എഴുതുന്നു. കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പുരോഹിതരെ, സമർപ്പിതരെ, കുടുംബാംഗങ്ങളെ, യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, നമുക്കും യേശുവിൻ്റെ ഒരു സുവിശേഷമായി കൂടെ. ദൈവം എനിക്ക് എന്തിന് ജന്മം നൽകി? എൻ്റെ ജന്മത്തിൻ്റെ അർത്ഥമെന്ത്? ഞാൻ ആരാണ്? ഞാൻ ആരായിത്തീരണം? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്നത് അനുഭവമാണ്. അനുമതിയില്ലാതെ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഗുരുനാഥനാണ് നല്ല അനുഭവങ്ങൾ. നല്ല ഗുരുവായ യേശുവിനോടൊത്ത് ഈ കടന്നു വരുന്ന നിമിഷങ്ങളിൽ അവിടുന്ന് നൽകുന്ന സന്ദേശം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. വചനം ഓർമ്മപ്പെടുത്തുന്നു. സുഭാഷിതം 16:9. മനുഷ്യൻ മാർഗങ്ങൾ ആലോചിച്ച് നടക്കുന്നു, അവൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്, കർത്താവാണ്. പ്രിയപ്പെട്ട മകളെ, ആത്മീയ യാത്രയിൽ കാത്തിരിപ്പിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി കാത്തിരിപ്പിൽ നിന്നാണ് കിട്ടുന്നത്. പ്രചോദനങ്ങളെ സ്വീകരിക്കാനായിട്ടുള്ള ജ്ഞാനം കാത്തിരിപ്പിൽ നിന്നാണ് കിട്ടുന്നത്. പ്രവൃത്തികളെ പൂർണ്ണമാക്കാനായിട്ടുള്ള തീഷ്ണത കാത്തിരിപ്പിൽ നിന്നാണ് കിട്ടുന്നത്. ഒരു കാര്യം ഓർക്കണം, എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി കാത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയില്ല എങ്കിൽ കാത്തിരിപ്പ് നിഷ്ഫലമായി തീരും. മാർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. പ്രവാചകന്മാരും ദീർഘദർശികളും രാജാക്കന്മാരും രക്ഷകന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്നു. ദൈവത്തിനും ദൈവരാജ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർ വചനത്തിൽ ശ്രവിക്കുന്നത് പോലെ യാത്രയ്ക്ക് പോയിരിക്കുന്ന ഗൃഹനാഥൻ മടങ്ങി വരുമ്പോൾ സ്വീകരിക്കാൻ ജാഗ്രതയോടെ തയ്യാറായിരിക്കുന്നവരെ പോലെയാണ്. മാർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 33-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ശ്രദ്ധാപൂർവം, ശ്രദ്ധിക്കണേ, ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. പ്രിയപ്പെട്ട മകളെ, കാത്തിരിപ്പ് ഒരു കർമ്മമാണ്. ഇത് ഉറക്കം വിട്ട് ഉണരാനായിട്ടുള്ള ആജ്ഞയല്ല, ഉണർന്നിരിക്കാനായിട്ടുള്ള നിർദ്ദേശവുമല്ല. സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന ഒരു പട്ടാളക്കാരൻ യുദ്ധകാഹളം കേൾക്കുമ്പോൾ യുദ്ധത്തിന് സന്നദ്ധനായി ഉണരുന്നതാണ്. ആശുപത്രികളിൽ
ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന, നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് കടന്നു വരുന്ന ഒരു നേഴ്സ്, ഒരമ്മ കിടന്നുറങ്ങുന്ന സമയത്ത്, രാത്രി മുഴുവൻ ക്ഷീണിച്ച് കടന്നു വരുന്ന സമയത്ത് തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാൽ ഉണർന്ന് വെറുതെ എഴുന്നേൽക്കുകയല്ല ചെയ്യുന്നത്. എഴുന്നേറ്റ് സ്നേഹം കൊടുത്ത്, ഭക്ഷണം കൊടുത്ത്, പാല് കൊടുത്ത് കർമ്മനിരതമാകുകയാണ്. കാത്തിരിക്കുന്നത് ഒരു കർമ്മമാണ്. നമുക്കറിയാം, ഗെത്സെമനിയിൽ വെച്ച് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ഉണർന്നിരിക്കാൻ ആവശ്യപ്പെട്ടു. വെറുതെ ഉണർന്നിരിക്കാൻ വേണ്ടിയിട്ടല്ല, ഉറക്കം വിളിച്ച് നിഷ്ക്രിയരായിരിക്കാൻ വേണ്ടിയിട്ടല്ല, ഉണർന്ന് എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ, പ്രാർത്ഥിക്കാനാണ് കർത്താവ് നിർദ്ദേശം കൊടുക്കുന്നത്. മകളെ, മനുഷ്യൻ തിന്മയുടെ അന്ധത വിട്ട് ലോകത്തെ നമ്മെ ചുറ്റി വളഞ്ഞിരിക്കുന്ന അന്ധകാരത്തെ എടുത്തു മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മൾ നടക്കണം. തിന്മയുടെ അന്ധകാര ശക്തിയിൽ നിന്നും, തിന്മയുടെ സ്വാധീനത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നത് കാത്തിരിപ്പോടു കൂടിയുള്ള പ്രവർത്തനമാണ്. 2 മഖബായർ 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലീചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിലാണ് ഞങ്ങൾ ആശ്രയം വെക്കുന്നത്. സർവശക്തനായ ദൈവത്തിലാണ് ഞങ്ങൾ ആശ്രയം വെക്കുന്നത്. ഉള്ളിൽ നിന്ന് വരുന്ന, പുറമേ നിന്ന് വരുന്ന എല്ലാ ശക്തികളെയും, ഉള്ളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം, കോപം, വൈരാഗ്യം, അസൂയ, മോഹം. പുറമേ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനം, കൈക്കൂലി, പരദൂഷണം. ഉള്ളിൽ നിന്നും പുറമേ നിന്നും വരുന്ന, ആക്രമിക്കാൻ വരുന്ന തിന്മയുടെ ശക്തികളെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. അബ്രാഹാം കാത്തിരുന്നില്ലേ? എത്ര വർഷം? 100 വർഷം. ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു. ഞാൻ എൻ്റെ ഹൃദയം തുറന്നു പറയുകയാണ്, പരിധിയില്ലാതെ സ്നേഹിക്കാനും പരാതിയില്ലാതെ സഹിക്കാനും തയ്യാറാകുമ്പോഴാണ് സ്വർഗീയമായ അനുഭവം നമുക്കുണ്ടായിത്തീരുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പരിധിയില്ലാതെ സ്നേഹിക്കാനും പരാതിയില്ലാതെ സഹിക്കാനും ആര് തയ്യാറാകുന്നുവോ അവൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗം കടന്നു വരികയാണ്. അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗം ഇടപെട്ട അനുഭവങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരികയാണ്. യാക്കോബ് ചേട്ടനെ പറ്റിച്ച് ഏസാവിന്ന് ഓടിപ്പോയി, എന്നിട്ടൊരു സുഖം ഉണ്ടായില്ല. യാക്കോബ് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, ഈ ദാസനോട് കാണിച്ച വിശ്വസ്തതയ്ക്ക് ഞാൻ ഒട്ടും അർഹനല്ല കേട്ടോ. ഞാൻ കേവലം ഒരു വടിയുമായിട്ടാണ് യോർദാൻ കടന്നത്. ഇപ്പോൾ 2 ഗണമായി ഞങ്ങളിതാ വർദ്ധിച്ചിരിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യത്തിൽ മനോഹരമായൊരു വാക്യം അവിടെയുണ്ട്. യാക്കോബ് തല ഉയർത്തി നോക്കിയപ്പോൾ ചേട്ടൻ ഏസാവ് ഒരു വലിയ സമൂഹമായിട്ട് ഇതാ കടന്നു വരുന്നു. യാക്കോബ് എന്ത് ചെയ്തു? നാരീഗണങ്ങളോടും സമ്മാനങ്ങളോടും എല്ലാറ്റിനും ചേർന്നുകൊണ്ട് 7 പ്രാവശ്യം നിലം മുട്ടെ താണുവണങ്ങി. വിനയത്തിൻ്റെ പ്രവൃത്തി. താണുവണങ്ങി. എന്നെ ശ്രദ്ധിക്കുക, ഏസാവ് ചേട്ടനിത് കണ്ടു. ചേട്ടൻ പോയിട്ട് എന്ത് ചെയ്തു? ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു, അവനെ ചുംബിച്ചു. അവർ 2 പേരും കരഞ്ഞു. ആ കണ്ണുനീർ തുള്ളിയിൽ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൻ്റെ ദുഃഖകഥകൾ അലിഞ്ഞുപോയി. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ അഭിഷേകം വീണ്ടും തിരിച്ചു കിട്ടി. സൗഹൃദത്തിൻ്റെ സമ്മർദ്ദം, സ്വർഗത്തിൻ്റെ സന്തോഷം അവർക്ക് ആചരിക്കാനായിട്ട് സാധിച്ചു.
ഞാൻ കാണുന്നുണ്ട് പുതിയ നിയമത്തിൽ ഇതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, യേശു മർത്ത മറിയത്തെ വളരെയധികം സ്നേഹിച്ചിരുന്ന കുടുംബമാണ്. തൻ്റെ സഹോദരൻ്റെ മരണം കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞ് യേശു വന്ന് നിന്നു. മർത്ത പറഞ്ഞു, യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. യേശു അവിടെ തന്നെ നിന്നു. മർത്ത ചെന്ന് മറിയത്തോട് പറഞ്ഞു, ഇതാ ഗുരു വന്നിരിക്കുന്നു. മറിയം എഴുന്നേറ്റ് ചെന്നു. മർത്ത പറഞ്ഞ അതേ വാക്യമാണ് പറഞ്ഞത്, യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. യേശു ചോദിച്ചു, എവിടെയാണ് സഹോദരനെ സംസ്കരിച്ചിരിക്കുന്നത്? ചേച്ചിയും അനുജത്തിയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ചേച്ചി പറഞ്ഞപ്പോൾ, മർത്ത പറഞ്ഞപ്പോൾ അവിടെ തന്നെ നിന്നു. സഹോദരി മറിയം പറഞ്ഞപ്പോൾ കർത്താവ് ഒരു കർമ്മത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. കാരണം എന്താണ്? മറിയം ശ്രേഷ്ഠമായൊരു കാര്യമായി ചെയ്തത്. വചനത്തിൻ്റെ അടുത്തിരുന്നവൾ, വചനം പാലിക്കുന്നവർ, വചനം അനുസരിക്കുന്നവർ ഒരു കാര്യം പറഞ്ഞാൽ കർത്താവ് അത് നിർവഹിച്ചു തരും. കർത്താവേ കർത്താവ് എന്ന് വിളിക്കുന്നവനല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എൻ്റെ അമ്മയും എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ? മക്കളെ, നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കളെ, നമ്മൾ പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കണം. മക്കളെ, യേശുവിൻ്റെ വരവിനായിട്ട് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു പ്രാർത്ഥന ജീവിതം ഈ കാലഘട്ടം വരെ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ, ഈ കാത്തിരിപ്പിൻ്റെ അനുഭവത്തിൽ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ, എനിക്കൊരു അനുഭവം തരണമേ, ഒരു എക്സ്പീരിയൻസ് തരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോ ജെറീക്കോയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ സക്കേവൂസ്, ലൂക്കയുടെ സുവിശേഷം 19-ാം അധ്യായം, സിക്കമോർ മരത്തിന് മുകളിൽ കയറിയിരിക്കുകയാണ്. യേശുവിനൊന്ന് കാണുവാനായിട്ട് സിക്കമോർ മരത്തിന് മുകളിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ യേശു ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് സക്കേവൂസിനെ കാണുകയാണ്. യേശു പേര് ചൊല്ലി വിളിച്ചു, സക്കേവൂസ്, ഇറങ്ങി വാ. ഇറങ്ങി വന്നു. ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ താമസിക്കാൻ വരികയാണ്. അന്ന് വൈകിട്ട് ഭക്ഷണം ഒരുക്കുന്ന വേളയിൽ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ സക്കേവൂസും യേശുവിൻ്റെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. സക്കേവൂസ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, യേശുവേ, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ യേശു പറഞ്ഞില്ലേ, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി രക്ഷയിലേക്ക് കടന്നു വന്നപ്പോൾ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു. ഇപ്പോൾ വചനം ശപിച്ചുകൊണ്ടിരിക്കുന്ന ആശ്രമത്തിലോ കോൺവെന്റിലോ സമൂഹത്തിലോ വീട്ടിലിരുന്ന് വചനം ശപിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ഭവനത്തിലെ കൂട്ടായ്മയിലെ ഒരാൾ യേശു അനുഭവത്തിലേക്ക് കടന്നു വന്നാൽ, കർത്താവിനെ കാത്തിരുന്ന് കണ്ടുമുട്ടിയാൽ, അവൻ്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് യേശു കടന്നു വരുന്നത് ഞാൻ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും കർത്താവ് വിളിക്കുന്നത്. ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ചിലരോട് യേശു ആവശ്യപ്പെടുന്നുണ്ട്, നിന്റെ ഹൃദയത്തിലേക്ക് വരാൻ ഞാൻ കൊതിക്കുന്നുണ്ട്. ഹൃദയത്തിൻ്റെ കവാടങ്ങൾ നമ്മൾ തുറന്നു കൊടുക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രത്യാശയോടെ നമ്മൾ കാത്തിരിക്കണം, ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ പ്രവാചകന്മാർ ഭാവിയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ ഈശോ സംസാരിക്കുന്നത് ഇപ്പോൾ സമയം ഇതാ സമാഗതമായിരിക്കുന്നു, ഇപ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചിട്ടല്ല പറയുന്നത്, അത് സമീപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന സന്ദേശമാണ് കേട്ടത്.
ഓരോ വലിയ നേട്ടവും ക്ഷമാപൂർവമായ അധ്വാനത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ഫലമാണെന്ന് ചിന്തിക്കാറുണ്ടോ? ഇന്ന് നമ്മളൊക്കെ വളർന്നില്ലേ? നിന്റെ കുടുംബം വളർന്നു, സ്ഥാപനം വളർന്നു, ശുശ്രൂഷ വളർന്നു. ഒത്തിരിയേറെ മക്കളുടെ ക്ഷമാപൂർവമായ അധ്വാനത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ഫലമാണെന്ന് എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട്? ഞാൻ 2-3 ദിവസം മുമ്പ് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ചരിത്രം വായിച്ചപ്പോൾ എൻ്റെ കണ്ണു നനഞ്ഞു പോയി. ഫൗസ്റ്റീനയുടെ വ്രതാനുഷ്ഠാനത്തിന് കോൺവെന്റിലേക്ക് വരാൻ അപ്പനും അമ്മയ്ക്കും പണമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആരും സംബന്ധിച്ചിരുന്നില്ല. ഫൗസ്റ്റീന കുട്ടിക്കാലത്ത് അയൽപ്പക്കത്തുള്ള വീടുകളിൽ പോയി ജോലി ചെയ്യാൻ പോയിട്ടാണ് കുടുംബത്തെ കാത്ത് പരിപാലിച്ചിരുന്നത്. ഒന്ന് നോക്കി, 23-ാം യോഹന്നാൻ മാർപ്പാപ്പ ഒരു ജോഡി പാൻറ്റും ഒരു ജോഡി ഷൂ മാത്രമാണ് ഉണ്ടായിരുന്നത്. എഴുതി വച്ചിരിക്കുകയാണ്, ചിലപ്പോഴൊക്കെ ഭക്ഷണവും ഇല്ലായിരുന്നു. എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചതാണ്. എൻ്റെ മക്കളെ, ദരിദ്രരായവരുടെ സമ്പത്ത് ദൈവമാണ്. ദരിദ്രരായവരുടെ സമ്പത്ത് സ്വർഗമാണെന്ന് വിശുദ്ധന്മാരും രക്തസാക്ഷികളും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ കാത്തിരിപ്പിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ധാരാളം ഉണ്ടാകും. തൊഴിലാളി നല്ലൊരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വിദ്യാർത്ഥി നല്ലൊരു പഠനത്തിനും ഉന്നതമായ മാർക്കിനും വേണ്ടി കാത്തിരിക്കുന്നു. യാത്രികർ കൃത്യസമയത്ത് നല്ല വാഹനം വരാൻ കാത്തിരിക്കുന്നു. കർഷകൻ നല്ല വിളവിന് വേണ്ടി കാത്തിരിക്കുന്നു. ദമ്പതികൾ നല്ല കുടുംബം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ ഹന്നയെപ്പോലെ ഒരു കുഞ്ഞിനെ തരണമേ എന്ന് മുട്ടുകുത്തി ഹൃദയം പൊട്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ മക്കളുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകർ എനിക്ക് അഭിഷേകം തരണമേ, എനിക്ക് ശുശ്രൂഷ പീഠങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവാസികൾ എന്നാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു എഴുത്ത് വരിക, എന്നാണ് എനിക്ക് എൻ്റെ ഭവനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുക. എല്ലാവരും കാത്തിരിക്കുകയാണ്. കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിനൊരു ഭാഗമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാത്തിരിപ്പിൻ്റെ ലക്ഷ്യം യേശുവായിരിക്കണം. കാത്തിരിപ്പിൻ്റെ ലക്ഷ്യം നിത്യജീവനായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 18-ാം വാക്യം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കാത്തിരിക്കുക ഒരു കൃപയാണ്. അവരൊക്കെ കാത്തിരിക്കാൻ സാധിക്കൂ. കാത്തിരിപ്പ് ജീവിതത്തിലെ വലിയൊരു മൂലധനമാണെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നു. ത്യാഗങ്ങൾ സഹിച്ച്, ഉപവസിച്ച്, പരിത്യാഗ പ്രവർത്തികൾ ചെയ്ത് കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ ഇന്ന് നമ്മളൊക്കെ കാണുന്നുണ്ടല്ലോ. ഐ ബാങ്കുകൾ കാണുന്നുണ്ട്, ബ്ലഡ് ബാങ്കുകൾ കാണുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നമുക്കൊരു പ്രാർത്ഥനാ ബാങ്ക് തുടങ്ങിക്കൂടെ? ഒരു മധ്യസ്ഥ സമൂഹം ആരംഭിച്ചുകൂടെ? സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥനാ ബാങ്ക് തുടങ്ങാനായിട്ട് ഈ കാത്തിരിപ്പിൻ്റെ അനുഭവം പങ്കുവെക്കുന്ന വേളയിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. കാത്തിരിപ്പ് സുഗമമായി തീരണമെങ്കിൽ 2 കാര്യങ്ങൾ ആവശ്യമുണ്ട്. 1 ഫിഡലിറ്റി, 2 ഹ്യൂമിലിറ്റി. ഫിഡലിറ്റി നമുക്ക് വേണം, വിശ്വസ്തത നമുക്ക് വേണം. ചെയ്യുന്ന ജോലിക്ക്, ശുശ്രൂഷയ്ക്ക്, അധ്വാനത്തിന് അർഹമായ പ്രതിഫലം ഈ ലോകത്തിൽ മനുഷ്യന് കിട്ടുന്നില്ല എങ്കിലും ദൈവം എനിക്ക് തരും, ഞാൻ വിശ്വസ്തനായിരിക്കും. കൽക്കത്തയിലെ മദർ തെരേസ പറഞ്ഞു, ഞാൻ വിജയിക്കാൻ വേണ്ടി ജനിച്ചവളല്ല, വിശ്വസ്തയാകാൻ വേണ്ടിയിട്ടാണ് ജനിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം
25-ാം അധ്യായം 21-ാം വാക്യം. നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്നതിനാൽ അനേകം കാര്യങ്ങളിൽ നിന്നെ ഞാൻ നിയമിച്ചാക്കും. വിശ്വസ്തതയ്ക്ക് കർത്താവ് തരുന്ന സമ്മാനമാണ്. ഈജിപ്തിലെ അടിമയായി വിറ്റ ജോസഫിന് കിട്ടിയ സമ്മാനം ഓർമ്മിക്കുന്നില്ലേ? രാജ്യത്തിൻ്റെ ഭരണ അധികാരിയായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്തുകൊണ്ട്? വിശ്വസ്തത കൊണ്ട്. ഒപ്പം നമുക്ക് വിധേയത്വം വേണം, ഹ്യൂമിലിറ്റി. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാം വാക്യം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വളർച്ച, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുക, അതിൽ ആനന്ദിക്കുക. അതാണ് എളിമ എന്ന് പറയുന്നത്. നീ ഒരിക്കലും ആരുടെ മുമ്പിലും തോറ്റുപോകരുത്, ചെറുതായി പോകരുത്. നീ വിജയിക്കണം. ഈ മനസ്സുള്ളവരാണ് എളിമയുള്ളവർ എന്ന് പറയുന്നത്. ആഗാസിന്റെ അവിശ്വസ്തതയാണ് യൂദയായുടെ അധപ്പതനത്തിന് കാരണം. 2 ദിനവൃത്താന്തം 21:19. ഇന്ന് ഈശോ ചോദിക്കുന്നുണ്ട്, നീ വിശ്വസ്തനായ ഒരു സമർപ്പിതനാണോ? നീ വിശ്വസ്തനായ ഒരു ശുശ്രൂഷകനാണോ? നീ വിശ്വസ്തനായ ഒരു ജീവിത പങ്കാളിയാണോ? നീ വിശ്വസ്തനായ ഒരു സുഹൃത്താണോ? വിശ്വസ്തയോട് കൂടിയാണോ നിന്റെ പണങ്ങൾ നീ ക്രയവിക്രയം ചെയ്യുന്നത്? വിശ്വസ്തയോട് കൂടി നീ വിശുദ്ധി പാലിക്കുന്നുണ്ടോ? ചോദിക്കുന്നുണ്ട്. ഉത്തരം കൊടുത്തേ മതിയാവൂ. ഏലീശായുടെ ഭൃത്യൻ കുഷ്ഠരോഗിയായി തീരാൻ കാരണം അവിശ്വസ്തതയാണ്. 2 രാജാക്കന്മാർ 5:20. യൂദാസിന്റെ ആത്മഹത്യക്ക് കാരണം അവിശ്വസ്തതയാണെന്ന് ഞാൻ കണ്ടെത്തുന്നു. എൻ്റെ മക്കളെ, ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള അവിശ്വസ്തയുടെ മുറിവുകളെല്ലാം ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുക. ഞാൻ കർത്താവിൻ്റെ മുമ്പിലാണെന്നും കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് ഞാൻ നിർവഹിക്കുന്നത് എന്നും നീ വിശ്വസിക്കുക. ഓരോ പാപിക്കും രക്ഷപ്പെടാനായിട്ടുള്ള തുറമുഖ പട്ടണമാണ് യേശുവിൻ്റെ ഹൃദയം. ഓരോ കുറവുള്ളവരെയും പോരായ്മയുള്ളവരെയും കഴുകി വിശുദ്ധീകരിക്കുന്ന ശ്രേഷ്ഠമായ രക്തമാണ് യേശുവിൻ്റെ രക്തം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നോഹ 20 വർഷക്കാലം കാത്തിരുന്നു. ആ കാത്തിരിപ്പിൻ്റെ ഫലമാണ് നോഹ ഒരു പുതിയ ജനതയുടെ ആരംഭകനായി മാറി. പൂർവപിതാവായ അബ്രാഹാം 100-ലധികം വർഷം കാത്തിരുന്നു. ആ കാത്തിരിപ്പിലൂടെ അബ്രാഹത്തെ വിശ്വാസിയുടെ പിതാവായി മാറി. പ്രിയപ്പെട്ടവരെ, 40 വർഷക്കാലം കാത്തിരിപ്പിലൂടെ കടന്നുപോയി. മോശ ഏറ്റവും വലിയ നേതാവായി മാറി. കാത്തിരിപ്പ്, ഓരോ കാത്തിരിപ്പിന്റെ ഉള്ളിലും ഒരു അമൂല്യമായിരിക്കുന്ന നിധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. ഓരോ കാത്തിരിപ്പിന്റെ ഉള്ളിൽ അമൂല്യമായിരിക്കുന്ന നിധികൾ. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ കാത്തിരിപ്പിലൂടെ കടന്നുപോയ കൂനിയായ സ്ത്രീ, രക്തസ്രാവ സ്ത്രീ കാത്തിരിപ്പിലൂടെ കടന്നുപോയി. കാത്തിരിപ്പിന്റെ ഓരോ ഉള്ളിലും അനുഗ്രഹത്തിന്റെ ഒരു നിധി അവിടെ മറച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ മകളെ, ദൈവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അലസമായ ഒരു ഉറക്കമല്ല, അധ്വാനമല്ല, വേണ്ടെന്ന് വെക്കലുമല്ല. കർമ്മത്തിലേക്കുള്ള പ്രയാണമാണ്, പ്രവൃത്തിയിലേക്കുള്ള പ്രയാണമാണ്. നമ്മൾ എന്ത് അനുഗ്രഹത്തിനായി കാത്തിരുന്നാലും ദൈവം നമുക്ക് തരും. നമ്മുടെ അപ്പൻ അത് നമുക്ക് തരും. എന്ത് വേണം നമുക്ക്? കൃതജ്ഞതാ നിർഭരമായ ഹൃദയത്തോടെ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകണം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ദൈവമേ, കാത്തിരിപ്പിൻ്റെ അനുഭവത്തിലേക്ക് ഈ നിമിഷം ഞങ്ങളെ നയിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി അപ്പാ ഞങ്ങൾക്ക് തരണമേ. പ്രലോഭനങ്ങളെ
അതിജീവിക്കാനായിട്ടുള്ള ശക്തി തരുന്നതോടൊപ്പം അവിടുന്ന് തരുന്ന ഏറ്റവും നിസ്സാരമായ പ്രചോദനങ്ങളെ സ്വീകരിക്കുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ ദിവസം, ഈ നിമിഷങ്ങൾ ഞങ്ങൾ എടുത്ത ഏറ്റവും ചെറിയ തീരുമാനം ഡിസിഷനാക്കി മാറ്റുവാനായിട്ടുള്ള വരങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹസാഗരമേ, നിത്യജീവൻ പാപിക്കു നൽകിയ യേശു തമ്പുരാനേ, പാപം ക്ഷമിച്ചും ജീവൻ വേടിഞ്ഞും സ്നേഹം ചൊരിഞ്ഞവനേ, ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹസാഗരമേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നമിക്കുന്നു, ഓ ദിവ്യകാരുണ്യമേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നമിക്കുന്നു, ഓ ദിവ്യകാരുണ്യമേ. അധ്വാനഭാരവും കണ്ണീരുമായി ചാരേ വരുന്നു ഞാൻ കാരുണ്യമേ, അധ്വാനഭാരവും കണ്ണീരുമായി ചാരേ വരുന്നു ഞാൻ കാരുണ്യമേ, മാറോടു ചേർക്കണേ, പാപം ക്ഷമിക്കണേ, സാന്ത്വനമേകി നീ സുഖമാക്കണേ ഈശോ, എന്നെ നീ സുഖമാക്കണേ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹസാഗരമേ. മകളെ, ഈശോ ഇതാ നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. പ്രാർത്ഥിക്കുവാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? കരഞ്ഞു പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലേ? ഈശോ പറയുന്നു, നിന്റെ കണ്ണുനീരിൻ്റെ ചരിത്രം ഞാൻ അറിയുന്നു. നിന്റെ കണ്ണുനീരിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു വന്ന് ഞാൻ നിന്നെ ശക്തിപ്പെടുത്താമല്ലോ. യേശുവിലേക്ക് മാത്രം ഒന്ന് ഉറ്റുനോക്കിയേ. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കങ്ങളിൽ ശാന്തത കൈവിടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിൻ്റെ തീച്ചുളയിലാണ് കർത്താവിന് സ്വീകാര്യരായ മനുഷ്യൻ ശുദ്ധി ചെയ്യപ്പെടുന്നത്. മക്കളെ, കണ്ണുനീരോടെ വിതച്ച് ആനന്ദം കൊയ്തവരല്ലേ നമ്മൾ. നമ്മുടെ സങ്കടങ്ങളിൽ കൂട്ടുനിന്നവനല്ലേ. നമ്മുടെ വൈകല്യങ്ങളെ ആയുധമാക്കി തന്നവനല്ലേ നമ്മുടെ കർത്താവ്. നമ്മുടെ തകർച്ചകളെ ചവിട്ടുപടികളാക്കിയ ഈശോ നിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് നീ കാണുന്നില്ലേ?
നീ അവഹേളിക്കപ്പെട്ടപ്പോൾ, നീ അവഗണിക്കപ്പെട്ടപ്പോൾ നിത്യതയെ നോക്കി നീ നിന്ന ആ സമയം കർത്താവ് കാണുന്നുണ്ട്. യേശുവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞാൻ സഹിച്ചത് നിന്റെ കൃപ കൊണ്ടാണ്, ഞാൻ ക്ഷമിച്ചത് നിന്റെ കൃപ കൊണ്ടാണ്. ദൈവത്തിൻ്റെ കൃപയാണല്ലോ ഇന്ന് യേശുവിനെ വിളിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. കരങ്ങൾ തുറന്നു പിടിച്ച് 2-3 പേർ കേൾക്കുന്ന സ്വരത്തിൽ യേശുവേ യേശുവേ എന്ന് വിളിച്ച മക്കളെ, യേശുവേ 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 യേശുവിലേക്ക് നോക്കി വിളിക്കുക. അവൻ നിന്നെ ശക്തിപ്പെടുത്തും. ദൈവത്തിൻ്റെ കൃപ നിന്നിലേക്ക് ഒഴുകുന്നുണ്ട്, നന്നായി ഒഴുകുന്നുണ്ട്. ദൈവകൃപയ്ക്ക് അനുസരിച്ച് ദൈവസന്നിധിയിലേക്ക് കരമുയർത്തി ശക്തിയോടെ അവിടുത്തെ നാമം വിളിക്കാം. യേശുവേ പറയുന്നു. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് നിനക്ക് അനുഗ്രഹ കാരണമായി മാറും. ദൈവത്തിൻ്റെ കൃപയാണല്ലോ ഇത്രയെങ്കിലും അങ്ങോട്ട് ചേർന്ന് നിൽക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത്. വചനം വായന നിർത്താം, ജപമാല ചൊല്ലണ്ട, ദിവ്യബലിയിൽ താല്പര്യമില്ല, പരിശ്രമങ്ങളെല്ലാം നിർത്തിവെക്കാം. ഇത് പിശാചിന്റെ തന്ത്രമാണ്. ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയുന്ന ഒരു ചെറിയ ചിന്തയെങ്കിലും നിന്റെ അധമമായ ചിന്തയിൽ വരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. വിശ്വാസത്തോടെ, പ്രത്യാശയോടെ പ്രതികൂലങ്ങളെ സാധ്യതകളാക്കി മാറ്റുക. എല്ലാം സൃഷ്ടിച്ചു തരുന്ന പരിശുദ്ധാത്മാവ് ഒറ്റ വാക്കിനാൽ ഈ ഭൂമിയെ സൃഷ്ടിച്ച കർത്താവ് നിന്റെ ഹൃദയത്തെ പുതുക്കിപ്പണിയും. 2 കരമുയർത്താം. പുതുക്കിപ്പണിയനായ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിന്റെ ഹൃദയത്തെ തൊടുന്നുണ്ട്. കരമുയർത്തി യേശുവേ 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 എന്ന് വിളിച്ച്, കർത്താവേ കർത്താവേ, ഞങ്ങളുടെ കാത്തിരിപ്പ് ഒരു വലിയ കർമ്മത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കണമേ. ഞങ്ങളുടെ കാത്തിരിപ്പ് നിത്യജീവനിലേക്ക് ക്ഷണിക്കണമേ. യേശുവേ 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 വരേണമേ, എന്നുള്ളിൽ വരേണമേ. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിൽ വന്നാൽ, നീ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടാൽ അത്ഭുതങ്ങൾ നടക്കും. അവിടുന്ന് പറഞ്ഞില്ലേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. കർത്താവേ, നീ എൻ്റെ വേദനയിലേക്ക് വരണമേ, നീ എൻ്റെ മുറിവിലേക്ക് വരണമേ. ഞാൻ വേദന സഹിച്ചപ്പോൾ എന്നോടൊപ്പം വേദന സഹിച്ചവനാണല്ലോ അവിടുന്ന്. ഞാൻ മുറിവേറ്റപ്പോൾ എന്നേക്കാൾ വലിയ മുറിവ് നീ സഹിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഒറ്റപ്പെട്ടപ്പോൾ നീ എൻ്റെ കൂട്ടിനിരുന്നല്ലോ. സർവരും എന്നെ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ നീ എൻ്റെ കൂട്ടാളിയായി കടന്നു വന്നല്ലോ. എൻ്റെ യേശുവേ, എൻ്റെ വേദനകൾ നിന്നിലേക്ക് നോക്കുമ്പോൾ എത്രയോ നിസ്സാരമാണ്. നിന്നിലേക്ക് നോക്കുമ്പോൾ സൂര്യപ്രകാശത്തിൽ മഞ്ഞുതുള്ളി പോലെ
എൻ്റെ ഓരോ സങ്കടങ്ങളും അലിഞ്ഞു പോകുന്നു. എൻ്റെ മുറിവുകൾ തുലവും നിസ്സാരമാണെന്ന് തിരിച്ചറിയുന്നു. രണ്ട് കരങ്ങൾ നമുക്ക് ഉയർത്താം, ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഇതാ ഈശോ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. യേശു നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്ന കുഞ്ഞുമോനെ, കുഞ്ഞുമോളെ, നിനക്ക് വേണ്ടിയാണ് ഈ തിരുവോസ്തിയിൽ ഞാൻ എഴുന്നള്ളിയിരിക്കുന്നത്. നിന്റെ സങ്കടങ്ങൾ, നിന്റെ രോഗങ്ങൾ, നിന്റെ മുറിപ്പാടുകൾ എനിക്കറിയാം. യേശുവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ തുറക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയുടെ കവാടങ്ങൾ തുറക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കവാടങ്ങൾ തുറക്കുന്നു. വചനത്തിലൂടെ അവിടുന്ന് പറഞ്ഞില്ലേ, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുക, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. നിന്റെ കുറവുകളെ നോക്കി നീ വേദനിക്കേണ്ട, നിന്റെ പോരായ്മകളെ ഓർത്ത് നീ സങ്കടപ്പെടേണ്ട. യേശുവിൻ്റെ കൂടെ നടക്കേണ്ടവർ പിശാചിന്റെ കൂടെ നടന്നാൽ നിന്റെ ഹൃദയം വേദനിക്കുമല്ലോ. യേശുവേ, നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദൗത്യങ്ങൾ പലപ്പോഴും മറന്നുപോയിട്ടുണ്ട് ഞങ്ങൾ. യേശുവേ, ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കേണ്ടവരായ ഞങ്ങൾ ഓരോരുത്തരും, ഓരോ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഞങ്ങൾ ഓരോരുത്തരും സ്വന്തം ഇഷ്ടങ്ങൾ പോയി ഇഷ്ടങ്ങൾ തേടിപ്പോയ കാലങ്ങൾ ഓർക്കുന്നു. മാപ്പാകണമേ കർത്താവേ. ഓരോ ദൈവാലയത്തിനും ഒരു ദൗത്യമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഓരോ കോൺവെന്റുകൾക്കും ഒരു ദൗത്യമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഓരോ പുരോഹിതനും, ഓരോ സമർപ്പിതനും, ഓരോ ക്രൈസ്തവനും ഒരു ദൗത്യമുണ്ട്. ഓരോ അക്രൈസ്തവനും ഒരു ദൗത്യമുണ്ട്. ദൈവമേ, ദൗത്യബോധം ഞങ്ങൾക്ക് തരണമേ. നിന്നെ പ്രഘോഷിക്കാൻ, നിനക്ക് വേണ്ടി സഹിക്കാൻ, നിനക്ക് വേണ്ടി കഷ്ടങ്ങൾ സഹിക്കാൻ നീ ഞങ്ങൾക്ക് ശക്തി തരണമേ. രണ്ട് കരങ്ങൾ നമുക്ക് ഉയർത്താം, രണ്ട് കരങ്ങൾ ഉയർത്താം. നമ്മുടെ ദൗത്യങ്ങൾ മറന്ന് ജീവിച്ചു പോയ നിമിഷങ്ങൾ ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് പ്രയോജനക്ഷമതയുള്ള വ്യക്തികളായി ഞങ്ങളെ ഓരോരുത്തരും രൂപാന്തരപ്പെടുത്തുവാൻ കരമുയർത്തി വിളിച്ച മകളെ, അല്പം കൂടി സ്വരമുയർത്തി വിളിച്ച് യേശുവേ, യേശുവേ, യേശുവേ. പോരാ, 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 പോരാ. നിന്റെ കണ്ണുനീര്, നിന്റെ സങ്കടങ്ങൾ കർത്താവ് ഒപ്പിയെടുക്കട്ടെ. യേശുവേ, നീ തളർന്നു പോയോ? നീ വേദനിച്ചു പോയോ? ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെ സവിധത്തിലേക്ക് ഈശോ വരുന്നുണ്ട്. അവിടുന്ന് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ്
അഴിയുന്നില്ലെങ്കിൽ അതേപടി ഇരിക്കും. അഴിയുന്നുവെങ്കിലോ വളരെയേറെ ഫലം പുറപ്പെടുവിക്കും. വളരെയേറെ ഫലം പുറപ്പെടുവിക്കാൻ ഒരു പക്ഷേ ഒരു കൊച്ചു ദാരിദ്ര്യം, ഒരു ചെറിയ രോഗം, ചെറിയ വൈകല്യങ്ങൾ, ചില വൈരൂപ്യങ്ങൾ, നീ നഷ്ടധൈര്യനായി തീരരുത്. എന്തേ നീ കരയുന്നത്? നിന്റെ നഷ്ടപ്പെട്ടു പോയ ജോലികളെ ഓർത്താണോ? നിന്റെ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ ഓർത്താണോ? നിന്റെ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ ഓർത്താണോ? നിന്റെ നഷ്ടപ്പെട്ടു പോയ സൗന്ദര്യത്തെ ഓർത്താണോ? ഈശോ പറഞ്ഞില്ലേ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം, അഴിഞ്ഞാലേ ഫലം പുറപ്പെടുവിക്കൂ. സഹോദര സഹോദരി, നിന്റെ കർണപുടങ്ങളിൽ ഇത് മുഴങ്ങി നിൽക്കട്ടെ. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം, അഴിഞ്ഞാൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കൂ. രണ്ട് കരമുയർത്താം, രണ്ട് കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി പിതാവേ, സ്തോത്രം സ്തോത്രം. മഹത്വം 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 മഹത്വം. ആരാധന 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 സ്തുതി ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരഞ്ഞു പ്രാർത്ഥിക്കാം മകളെ, നിന്റെ ജീവിതത്തിൽ യേശു കടകട്ടെ. യേശു തകർക്കുന്നു. നന്മകൾ ഉളവാക്കാൻ വേണ്ടി അവിടുന്ന് ചെയ്യുന്ന പ്രവർത്തികളെ നിന്നെ തന്നെ നീ വിട്ടുകൊടുത്ത് വിളിക്കുക. യേശുവേ വൈകരുതേ വൈകരുതേ, കാരുണ്യം ചൊരിയാം വൈകരുതേ വൈകരുതേ വൈകരുതേ, കാരുണ്യം ചൊരിയാം വൈകരുതേ. ഈശോയെ, ഒരു കാത്തിരിപ്പിന്റെ അനുഭവം ഞങ്ങൾക്ക് തരണമേ. ആരൊക്കെ നഷ്ടപ്പെട്ടാലും ഈശോയെ, നിന്നെ നഷ്ടപ്പെടുത്തുവാൻ ഞങ്ങളെ നീ അനുവദിക്കല്ലേ. കാത്തിരുന്ന് കാത്തിരുന്ന് നിന്റെ സ്വഭാവം ഞങ്ങൾ പകർത്തിയെടുത്തട്ടെ. ഈ സമൂഹത്തിൽ ഈശോ ഇങ്ങനെ നടക്കുന്നത് ഞാൻ കാണുന്നു. ഓരോരുത്തരും ചെവികളിൽ വന്ന് പറയുന്നു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി പിടിക്കും. തളർന്നു പോയ നിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഞാനുണ്ട്. ദുർബലനാകാതെ ശക്തി സംഭരിക്കുക. നിന്റെ ജീവിതത്തിലേക്ക് വരുന്ന കാറ്റ്, കൊടുങ്കാറ്റ് എത്ര ഭീകരമായാലും ഞാൻ നിന്റെ കൂടെയുണ്ട്. അന്ധകാരം, കൊടും അന്ധകാരം നിന്നെ മൂടിയാലും ഞാൻ നിന്റെ കൂടെയുണ്ട്. നമ്മുടെ ദൈവം നമ്മുടെ സഹായകനാണ്, നമ്മുടെ സംരക്ഷകനാണ്. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരകളിൽ കൂടെയാണ് ഞങ്ങൾ നടക്കുന്നതെങ്കിലും അങ്ങ് കൂടെയുള്ളതിനാൽ ഞങ്ങൾ ഭയപ്പെടുകയില്ല. പ്രിയപ്പെട്ട മക്കളെ, സങ്കട സമയത്ത് ദൈവത്തോട് ചേർന്ന് നിൽക്കുക. സങ്കട കാലങ്ങൾ പ്രാർത്ഥനാ കാലങ്ങളായി മാറട്ടെ. ഭയപ്പെടേണ്ട. നിന്റെ ദുഃഖ ദുരിതങ്ങളെ ഓർത്ത് നിന്റെ ഹൃദയം തുറന്ന് കർത്താവിനെ സ്തുതിക്കുക. സ്തുതിക്കുമ്പോൾ ഹൃദയത്തിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും കർത്താവ് എടുത്തു മാറ്റും. രണ്ട് കരം നമുക്ക് ഉയർത്താം മക്കളെ, രണ്ട് കരങ്ങൾ ഉയർത്താം. ഉയർത്തി ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. നിന്റെ സങ്കട കാലങ്ങൾ, നിന്റെ സഹന കാലങ്ങൾ പ്രാർത്ഥനാ കാലങ്ങളായി മാറട്ടെ. നിന്റെ കാത്തിരിപ്പിന്റെ കാലങ്ങൾ വലിയതായ കർമ്മം ചെയ്യാൻ കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യുന്ന ദിവസങ്ങളായി നിമിഷങ്ങളായി കാണട്ടെ. കരമുയർത്തി ഉയർത്തി കർത്താവിനെ സ്തുതിച്ച മകളെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പോരാ പോരാ പോരാ, കർത്താവിനെ സ്തുതിക്കുക. എല്ലാ തിന്മയുടെ ശക്തികളും ഇപ്പോൾ വിട്ടുപോകട്ടെ. കുടുംബത്തിൽ കെട്ടിക്കിടക്കുന്ന തിന്മകൾ, കർത്താവെ പൈശാചികമായ ബന്ധനങ്ങൾ, അവന്റെ കൂട്ടുകെട്ടുകളെല്ലാം ഇപ്പോൾ പൊട്ടിപ്പോകട്ടെ. കർത്താവാണ് നിന്നോട് ചേർന്ന് നിൽക്കുന്നത്. കൊടുങ്കാറ്റ് പോലെ പ്രതിസന്ധികൾ വന്നാലും അതിനെ കുഞ്ഞിക്കാറ്റാക്കി മാറ്റുവാൻ കർത്താവിന് സാധിക്കുമല്ലോ. നിന്റെ കൂരാങ്കൂരിരുട്ടത്ത് ഒരു മിന്നാമിന്നിങ്ങിലെ വെളിച്ചം പകരാൻ നിനക്ക് സാധിക്കുമല്ലോ. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. കരമുയർത്തി ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
പോരാ 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 പോരാ. അങ്ങനെ സ്തുതിക്കട്ടെ. സമൂഹത്തിൽ മുഴുവൻ ദൈവകൃപ, ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവ സാന്നിധ്യം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ. എൻ മനം ഇളകുകില്ല, എൻ മനം പതറുകില്ല. എന്നോടു കൂടെ എന്നും അങ്ങുണ്ട് അന്ത്യം വരെ. എൻ മനം ഇളകുകില്ല, എൻ മനം പതറുകില്ല. എന്നോടു കൂടെ എന്നും അങ്ങുണ്ട് അന്ത്യം വരെ. ഹാലേലു ഹാലേലൂയ, ഹാലേലു ഹാലേലൂയ, ഹാലേലു ഹാലേലൂയ, ഹാലേലു ഹാലേലൂയ. ഈശോ, മാലാഖവൃന്ദങ്ങളുടെ അകമ്പടിയോടെ നീ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക്, നീ വിരിച്ചിരിക്കുന്ന പ്രാർത്ഥനാ പായിലേക്ക് കടന്നു വന്നുകൊണ്ട് ഓരോ മകന്റെയും മകളുടെ ഷോൾഡറിൽ തട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. ഓ ദൈവമേ, അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടി, അഖില ലോകം മുഴുവന് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. ദൈവമേ, ആകുലത നിനക്ക് വേണ്ട, കഷ്ടതകൾ നിനക്ക് വേണ്ട. ദൈവ പരിപാലനയെ നീ ആശ്രയിക്കുക. മകളെ, ആകാശത്തിലെ പക്ഷികളൊന്ന് നോക്കുക. അവ വിതയ്ക്കുന്നില്ലല്ലോ, കൊയ്യുന്നില്ലല്ലോ, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ലല്ലോ. സ്വന്തം കുരുവിക്ക് തൻ്റെ കൂട്ടിലേക്ക് പോലും തിരിച്ചു വരാൻ വഴിയറിയാത്ത ആ കുരുവിനെ ഇത്രമാത്രം അലങ്കരിക്കുന്നുവെങ്കിൽ, സഹോദര സഹോദരി, നിന്റെ ജീവിതത്തെ അലങ്കോലപ്പെടുത്തുവാനല്ല, അലങ്കരിക്കുവാനാണ് ദൈവം കടന്നു വരുന്നത്. വയലിലെ ലില്ലികളെ നോക്കുക, വയലിലെ ലില്ലികളെ നോക്കുക. ഇത്ര മനോഹരമായി അലങ്കരിക്കുന്ന ദൈവം നമ്മുടെ ഈ കൊച്ചു ജീവിതത്തെ അലങ്കരിക്കുകയില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? മക്കളെ, വയലിലെ പുല്ലിനെയും പൂവിനെയും വളർത്തുന്ന ദൈവം, ആകാശത്തിൽ പാറിപ്പറക്കുന്ന പക്ഷിജാലങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവം നിന്റെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കും. നമുക്ക് മുട്ടുകൾ കുത്താം, മുട്ടുകൾ കുത്താം. യേശുവിലേക്ക് മാത്രം ഉറ്റുനോക്കാം. വയലിലെ ലില്ലികളെയും ആകാശത്തിലെ പക്ഷികളെയും ശ്രദ്ധാപൂർവം പരിപാലിക്കുന്ന ആ ദൈവം നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ, നിന്റെ കുഞ്ഞുങ്ങളെ, നിന്റെ വ്യാപാരങ്ങളെ, നിന്റെ തൊഴിൽ സ്ഥാപനങ്ങളെ, നിന്റെ ജീവിത മാർഗങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കും. വിശ്വസിക്കുക. പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പുത്രനായ ദൈവമേ, ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ, ഞങ്ങൾ അവിടത്തോട് നന്ദി പറയുന്നു. രണ്ട് കരമുയർത്തിക്കൊണ്ട് കാത്തിരിക്കുന്ന സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. രണ്ട് കരമുയർത്തി കഥാനെ സ്തുതിച്ച മകളെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഉയർത്തി സ്തുതിക്കുക. ഈ ധ്യാനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജനകോടികളിലേക്ക് കർത്താവേ കടന്നു വരണമേ. ഇപ്പോൾ വിവിധങ്ങളായ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ബാലികാ ബാലന്മാർ, യുവജനങ്ങൾ, ദമ്പതികൾ, സമർപ്പിതർ, വൈദികർ, ശുശ്രൂഷാ സംഘങ്ങൾ, ധ്യാന കേന്ദ്രങ്ങൾ, ദേശങ്ങൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ യേശുവേ യേശുവേ. മരുഭൂമിയാകും
സമാധാനവും സ്തോത്രവും